എറിക് ടെൻ ഹാഗിന്റെ ബെയർ ലെവർകൂസൻ ടീമിന്റെ പരിശീലകനെന്ന നിലയിലുള്ള അരങ്ങേറ്റം നാണംകെട്ട തോൽവിയോടെ റിയോ ഡി ജനീറോയിൽ നടന്ന പ്രീ സീസൺ മത്സരത്തിൽ ഫ്ലമെംഗോയുടെ അണ്ടർ-20 ടീമിനോട് 5-1 ജർമ്മൻ ക്ലബ്ബ് പരാജയപ്പെട്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ കോച്ചിന് ഇത് വലിയൊരു തിരിച്ചടിയായി. ബുണ്ടസ്ലിഗ ക്ലബ്ബുകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ പ്രീ സീസൺ ടൂറിന്റെ ഭാഗമായ ഈ മത്സരത്തിൽ നൈജീരിയൻ സ്ട്രൈക്കർ വിക്ടർ ബോണിഫേസ്, പുതിയ സൈനിംഗായ മാർക്ക് ഫ്ലക്കൻ, PSG-യിൽ നിന്നുള്ള 17-കാരൻ ആക്സൽ ടേപ്പ് എന്നിവർ ഉൾപ്പെട്ട ശക്തമായ ടീമിനെയാണ് ടെൻ ഹാഗ് കളത്തിലിറക്കിയത്. എന്നാൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലമെംഗോയുടെ ലോറൻ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടി. പിന്നീട് കാര്യങ്ങൾ കൂടുതൽ മോശമായി. 10-ാം മിനിറ്റിനുള്ളിൽ ആർതറിന്റെ പ്രതിരോധ പിഴവ് ഒരു ഓൺ ഗോളിൽ കലാശിക്കുകയും ഫലം 2-0 ആകുകയും ചെയ്തു. നിരാശനായ ടെൻ ഹാഗ് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ബോണിഫേസിനെയും ഫ്ലക്കനെയും പിൻവലിച്ചു. എന്നാൽ ഇത് ടീമിന്റെ തകർച്ച തടഞ്ഞില്ല. ഫ്ലമെംഗോയുടെ മാറ്റിയസ് ഗോൺസാൽവസ്, പെഡ്രോ ലിയാവോ എന്നിവർ 2 ഗോളുകൾ കൂടി നേടിയതോടെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ലെവർകൂസൻ 4-0 പിന്നിലായിരുന്നു. രണ്ടാം പകുതിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഗുസ്താവോ ഫ്ലമെംഗോയുടെ 5-ാം ഗോൾ നേടി. ഇതോടെ ടെൻ ഹാഗ് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി. സണ്ടർലാൻഡ് ടീമിന്റെ ട്രാൻസ്ഫർ പട്ടികയിലുള്ള ഗ്രാനിറ്റ് ഷാക്ക, എഡ്മണ്ട് ടാസോബ, അലക്സ് ഗ്രിമാൽഡോ, പാട്രിക് ഷിക്ക്, നദാൻ ടെല്ല എന്നിവരെല്ലാം കളത്തിലിറങ്ങി. ജർമ്മൻ അണ്ടർ-18 ഇന്റർനാഷണലായ മോൺട്രൽ കുൾബ്രീത്ത് ലെവർകൂസന് വേണ്ടി ഒരു ആശ്വാസ ഗോൾ നേടിയെങ്കിലും ലെവർകൂസന്റെ മോശം പ്രകടനത്തെ അത് ബാധിച്ചില്ല.